ഇവിടെ കുളിച്ച് കുറിയും തൊട്ട് തെക്കോട്ടും വടക്കോട്ടും നടന്നു. ദാ നിന്റെ ആങ്ങളെ ആ സ്വാദിക്ക് മസാല ദോശയും കെട്ടിപ്പൊതിഞ്ഞോട് ദാ അങ്ങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓ എന്റെ ദൈവമേ, ഇനി ഇവക്കെന്നാണോ ഇങ്ങനെയൊക്കെ ഒരു യോഗം ഉണ്ടാവുന്നത്? അമ്മ എന്തൊക്കെയായി പറയുന്നേ? എടി കൊച്ചേ, നിനക്കേ ഇങ്ങനെ മസാല ദോശ തിന്നാൻ ആഗ്രഹമൊന്നുമില്ലേ? പിന്നില്ലേ. പക്ഷെ അമ്മയുടെ മോനോട് പറഞ്ഞാ കേക്കണ്ടേ? എവിടേക്കെങ്കിലും പോയി തന്നെത്താൻ തിന്നിട്ട് വരുന്നതല്ലാതെ സ്വന്തം ഭാര്യയ്ക്ക് വായിൽ വെച്ച് കഴിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിയെ അമ്മയുടെ മോൻ ഇല്ലല്ലോ. ഇനി വേണമെങ്കിലേ അമ്മ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. സ്വന്തം ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും മസാല ദോശയോ പൊറോട്ടയോ ഇറച്ചിയോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ. ഓ എടി പെണ്ണേ, ഞാൻ ആ മസാല ദോശയല്ല ഉദ്ദേശിച്ചത്. ഇത് വേറെ മസാല ദോശയാ. വേറെ മസാല ദോശയോ? ഈ അമ്മ എന്താ പിച്ചും പെയ്യും ഒക്കെ പറയുന്നേ? ഓ എടി പെണ്ണേ, ഇത് അതല്ലടി. ഈ ഗർഭിണിയായിരിക്കുമ്പോഴേ പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും കൊതി തോന്നുന്ന സാധന ഈ മസാല ദോശ. ഓ, അത് കഴിക്കാൻ ആഗ്രഹമുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇതിനി നിനക്ക് മനസ്സിലായില്ലേ? ഓ, ഒരമ്മായിമ്മയ്ക്ക് ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കാനേ പറ്റൂ. അതിപ്പോ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാനിത് ആരോട് ചോദിക്കാനാ? അല്ല മോളെ, ഇനി നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, വേണമെങ്കിൽ നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കാണാം. അമ്മേ, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എനിക്കൊരു കുഴപ്പമില്ല. ഇനി അഥവാ ഇതുവരെ ഞാൻ ഗർഭിണി ആകാത്തത് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെങ്കിൽ എന്റെ അല്ല, അമ്മയുടെ മോന്റെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കും. അയ്യടാ, അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങൾക്കാർക്കും ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്നിട്ടില്ല. അവരെ ഞാൻ ഇവിടെ സ്ഥിരതാമസത്തിന് വിട്ടത് തന്നെ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട്. എന്നിട്ട് എന്താ, ഇപ്പോഴും വഞ്ചി തിരുനക്കരെ തന്നെ. ഞാനിപ്പൊ എന്ത് വേണോന്നാ അമ്മ ഈ പറയുന്നേ? എടി, നീ എത്രയും പെട്ടെന്ന് ഒരമ്മയാവണം. എന്റെ മോന്റെ കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം എനിക്കും ഇല്ലേ? ഷടാ, ആഗ്രഹവും കൈ പിടിച്ച് തുള്ളി ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ദൈവം തരുമ്പോഴല്ലേ നടക്കുള്ളൂ അമ്മേ. എന്തായാലും രാജീവ് ഏട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അതുകൊള്ളല്ലോടി, നീ പ്രസവിക്കാത്ത എന്റെ മോനെ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്? ഓ ദേമേ, വെറുതെ എന്നെ ചൊറിയാതൊന്ന് പോകുന്നുണ്ടോ? മോർണിംഗ് വരട്ടെ, ഇതിന്റെ ബാക്കി ഞാൻ അയക്ക് കൊടുത്തോളാം. അയ്യോ, എന്റെ കുഞ്ഞിന്റെ ഗതി എന്താ? അമ്മ ഒന്ന് പോകുന്നുണ്ടോ? എന്റെ ദൈവമേ, ഇവളെന്റെ മോനെ കൊല്ലുവോ എന്തോ? അവരുടെ ഒരു ചോദ്യം, ഞാൻ ഗർഭിണിയാവാത്തത് എന്റെ കുറ്റാണോ? ഇത്രയ്ക്ക് ശത്രുത വേണോ വേദേ? മത്സരത്തിൽ അവളെ തോൽപ്പിക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കാം. വേണമെങ്കിൽ അതൊരു കയ്യാങ്കളി വരെ പോയാലും കുഴപ്പമില്ല. പക്ഷേ വേദേ, അതിനുമപ്പുറം അവളെ അവിടെ വെച്ച് ഇല്ലാതാക്കാനുള്ള പദ്ധതിയൊക്കെ വിജയിക്കുമോ? അതൊരു പബ്ലിക് പ്ലേസ് ആണ്. ചുറ്റിലും ഒരുപാട് ആളുകളും കാണും. പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലെങ്കിൽ പണി നിനക്ക് തിരികെ കിട്ടും. കളിക്കിടയിൽ വെച്ച് അബദ്ധത്തിൽ പറ്റുന്ന ഒരു അപകടം, അതങ്ങനെ തന്നെയാണെന്ന് കോടതിയിൽ സാക്ഷി പറയാൻ എന്റെ ടീമിൽ ACP വൈശാഖി വർമ്മയും കൂടെ ഉണ്ടല്ലോ. ഞാനോ? അത് വേണോ വേദേ? വേണം. നീയും കൂടെ കളത്തിലിറങ്ങണം. എന്താ, പറ്റില്ലേ? നീ പറഞ്ഞ അതിന് അപ്പീലുണ്ടോ? ഞാൻ എപ്പോഴേ റെഡി. പക്ഷേ എന്താ നിന്റെ പ്ലാൻ? അന്ന് ലോക്കപ്പിൽ വെച്ച് കിട്ടിയതിന്റെ പക തീർക്കാൻ കാത്തിരിക്കുകയല്ലേ ആ വടിവാൾ മേരി. അവളുടെ കൂടെ ഒരു ടീമിനെ ഇറക്കാം, കൂട്ടത്തിൽ നമ്മളും. സംഭവം കളറായില്ലേ? നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഗർഭിണിയായ സ്വാതി എങ്ങനെ കബഡി കളിക്കാൻ ഇറങ്ങും? നീലോ അച്ഛനോ ആരെങ്കിലും അതിനെ സമ്മതിക്കോ? അവര് തടയില്ലേ? ഉറപ്പായിട്ടും അവര് തടയും. വളരെ ബുദ്ധിപൂർവം നമ്മൾ അതിനെ മറികടക്കണം. സ്വാതിയെ കളത്തിലിറക്കണം. യഥാർത്ഥത്തിൽ അവൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ സ്വാതി ഒരിക്കലും കബഡി കളിക്കാൻ ഇറങ്ങില്ല. പക്ഷേ ഈ ഗർഭം അഭിനയമാണെങ്കിൽ അവൾ തീർച്ചയായും കളത്തിലിറങ്ങും. അതിലേക്ക് അവളെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിന് കൃത്യമായൊരു പ്ലാനിംഗ് വേണം. നമ്മള് മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്നവളാ സ്വാതി. അവൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ പ്ലാനാണെന്ന്. മനസ്സിലാവട്ടെ വൈശാഖി. പക്ഷെ മത്സരം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അവൾക്ക് പിന്മാറാൻ പറ്റില്ല. അതിനുള്ള വഴി എനിക്കറിയാം.
ഈ കബഡികളെ അവളുടെ അവസാനത്തെ കളിയായി മാറണം. അതെ, ബോബിച്ചായൻ തന്നെയാ. ഓ ഇല്ലില്ല, ഇനി കൂടിപ്പോയ ഒരാഴ്ച കൂടി, അതോടെ പടം തീരും. ഡയറക്ടറോ? ആ, അവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ നായകൻ വരാത്ത കലിപ്പില്ല. ഇപ്പോഴത്തെ പുതിയ പിള്ളേരല്ലേ, ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല. മൂടുണ്ടെങ്കിലേ അഭിനയിക്കും. തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. പറയുന്ന ഒന്ന്, ചെയ്യുന്ന ഒന്ന്. ആ, ദേ നമ്മുടെ നായകനെത്തി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ്. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ആദ്യം ഇതൊന്ന് ഡീൽ ചെയ്യട്ടെ. എന്താ ബോബിച്ചായ, ആകെ ഒരു ടെൻഷനിലാണല്ലോ. എന്തു പറ്റി? ഡയറക്ടർ സാറ് കലിപ്പിലാണോ? ആ, സാറ് നല്ല ഗൗരവത്തിലാണെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? താൻ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ 1 അത് ബോബിച്ചായ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടിക്കൊരു മിസ്സിംഗ്. പിന്നെ സർവീസ് സ്റ്റേഷനിലൊന്ന് കയറി, അതാ ലേറ്റ് ആയത്. എന്തായാലും മുന്നിൽ ചെന്ന് തലവയ്ക്കണ്ട, ചിലപ്പോ തിന്നുകളയും. വേഗം വാ, പോയി മേക്കപ്പ് ചെയ്യാം. അല്ല, ഇന്നെന്താ വലിയ ബഹളമൊന്നും ഇല്ലാത്തത്? വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ലേ? അത് ശരി, അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ലേ? ഇന്ന് നീലിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. മുട്ടിന് വേദനയൊക്കെ മാറിയോ? ആ, അത് മാറി വരുന്നു. എന്നാലും ബോബിച്ചായ ഇടയ്ക്കിടയ്ക്കുണ്ട്. എന്നാലെന്തേ, ഇത് എന്നെ കൊണ്ടേ പോവും. ഇതിന് ആയുർവേദമാ ബെസ്റ്റ്. അല്ല, ഭാര്യ ഗർഭിണിയാണെന്ന് കേട്ടല്ലോ. അതെ. അതിന്റെ വക ചെലവൊന്നുമില്ലേ? ഉണ്ട് ബോബിച്ചായ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത്. അതിന് ഞാനൊരു ഗംഭീര ട്രീറ്റ് നടത്തിയിരിക്കും. എന്നാ പിന്നെ അത് നമുക്ക് പാക്കപ്പിന്റെ അന്ന് തന്നെ നടത്താം. അന്നാവുമ്പോ എല്ലാരും കാണും. എന്താ, അതുപോലെ? അതൊക്കെ ബോബിച്ചായന്റെ ഇഷ്ടം. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്കങ്ങ് മേക്കപ്പ് ചെയ്യും. വാ. അതൊക്കെ ഞാൻ ഏറ്റു. ദേ, ആളിവിടെ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. നീ ഇത് വേണ്ടവണ്ണം ഒന്ന് ഉപയോഗിച്ചാ മതി. നിന്റെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ വേദേ? തോമസിന്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാം. സ്വാതി ഒപ്പിട്ട ചെക്കായതുകൊണ്ടാ ഞാൻ ഈ കളി മുഴുവൻ കളിച്ച് ഇത് വാറണ്ടാക്കിയത്. തോമസിന്റെ കയ്യിൽ നിന്ന് നീ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചോ. എപ്പോഴാ ഇയാളൊക്കെ കാലം മാറുന്നതെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ ഏറ്റു. നീ ഇപ്പൊ വെച്ചോ. അവളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ വിളിക്കാം. തോമസിന്റെ കാര്യം പറയാനാ വേദ ഇപ്പൊ വിളിച്ചത്. വേദയ്ക്ക് തോമസിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. മാഡം, 1.5 കോടി രൂപയിലധികം എനിക്ക് അവർ തരാനുണ്ട്. ഇന്നലെ വരെ എനിക്ക് അവരെ വിശ്വാസമായിരുന്നു. പക്ഷേ എൻ്റെ ചെക്ക് മടങ്ങിയതിന് പിന്നിൽ അവർ തന്നെയാണെന്ന് വേദ മാഡം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ 2 മുഖമുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആട്ടെ, റിട്ടേൺ കംപ്ലൈന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊള്ളാം, ഉണ്ടോന്നോ? ദാ, എല്ലാം നല്ല വൃത്തിയിലും വെടുപ്പിലും എഴുതിയിട്ടുണ്ട്. നോക്കിയാട്ടെ. വേദ മാഡം പറഞ്ഞതുപോലെ എല്ലാം ചേർത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ കാശൊന്ന് വാങ്ങിച്ചു തരണം. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ ഞാനിപ്പോ ഇത് കേസാക്കുന്നത്. തന്റെ വഴിയും വഴിയില്ലായ്മയൊന്നും പോലീസിന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. വേദയുടെ റെക്കമെൻഡേഷൻ അല്ലേ? എനിക്കറിയാം വേദ മാഡത്തിന് എന്നോടുള്ള ആത്മാർത്ഥത. തൽക്കാലം ഈ പരാതി എനിക്ക് തന്നത് വേറെ ആരും അറിയണ്ട, മനസ്സിലായോ? ഓ ഇല്ലെന്നേ, ഞാനും മാഡം അല്ലാതെ ഇതൊരു ഈച്ചക്കുഞ്ഞു പോലും അറിയത്തില്ല. ശരി, എന്നാ പിന്നെ തോമസ് വിട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പൊ എന്റെ കാശ് കിട്ടുമല്ലോ അല്ലേ? അത് ഞാൻ ഏറ്റു. ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സ്വാതിയെ കൊടുക്കാൻ തൽക്കാലം എനിക്ക് ഇത് മതി. നീൽ റെഡി? റെഡി സാർ, നോക്കാം. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ.
അങ്ങനെ നിന്റെ ഒരു ഭീഷണിക്കും വഴങ്ങിത്തരാൻ ഞാൻ തയ്യാറല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആണായി തന്നെ ജീവിച്ചു തീർക്കാനാ എനിക്കിഷ്ടം. നിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന ഞാൻ സ്വയം ഇല്ലാതാവും. ആ വിശ്വാസത്തോടു കൂടിയേ ഞാൻ മരിക്കൂ. അത് ഓർത്തോ നീ. Got it. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ആ കൊണ്ടുവാ. ആ സുനിലേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ശരി സാർ. താങ്ക് യു സാർ. ശരി. അല്ല നീലേ, വേദയുമായിട്ടുള്ള പിണക്കമൊക്കെ മാറിയോ? ഇല്ല. അതൊരു പാവം കൊച്ചാ കേട്ടോ. നല്ല മനസ്സാ കൊച്ചിന്റെ. സർ ഫോൺ. ഹലോ, മിസ്റ്റർ നീൽ മഹേഷ് അല്ലേ? അതെ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ACP വൈശാഖി വർമ്മ. തന്റെ ഭാര്യയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഹലോ, എന്താ പറഞ്ഞേ? തന്റെ ഭാര്യയെ ചെക്ക് കേസിൽ ഞാൻ അറസ്റ്റ് ചെയ്തു. ഈ വാർത്ത സിനിമാ നടനായ നീൽ മഹേഷിനെ ഞാൻ തന്നെ വിളിച്ചറിയിക്കണമെന്ന് വേദ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതൊന്ന് അറിയിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത്. മാഡം, എന്തിനാ എന്റെ സ്വാതി അറസ്റ്റ് ചെയ്തേ? ദയവ് ചെയ്ത് അവളൊന്നും ചെയ്യരുത്. ഞാൻ അവളെ എന്ത് ചെയ്യാൻ? ആളുകൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോ ഓർക്കണം, അതിനുള്ള പണം കൂടി അക്കൗണ്ടിൽ കാണണമെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ 1.5 കോടി രൂപ തോമസ് എന്നയാളെ പറ്റിച്ചെന്ന കേസ്. മനസ്സിലായോ മിസ്റ്റർ നീൽ? തോമസിന്റെ കമ്പനിക്ക് നമ്മൾ കൊടുത്ത ചെക്കുകളെല്ലാം അടങ്ങി. നമ്മൾ കൊടുത്ത ചെക്കുകളൊന്നും പാസ്സാക്കണ്ടെന്ന വേദയുടെ ഉത്തരവ്. അക്കൗണ്ടെല്ലാം അവൾ ബ്ലോക്ക് ചെയ്ത് കാണും. എന്റെ 1.5 കോടി രൂപയാ മുടങ്ങി കിടക്കുന്നത്. ഞാനിത് ആരോട് പറയും? എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ. സാറ് വിഷമിക്കണ്ട. കമ്പനി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളെക്കാൾ വലിയ നഷ്ടം സംഭവിച്ചത് ഞങ്ങൾക്ക്. എന്നാലും സാർ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. അധികം താമസിക്കാതെ ഈ പണത്തിന് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ശരി. ഹലോ, എന്ത് പറ്റി നീൽ? ബോബിച്ചായ, എന്റെ സ്വാതി പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ആ വേദയുടെ ചതിയാ ഇതിന് പിന്നില്. ബോബിച്ചായ, എനിക്ക് ഉടനെ പോണം. അയ്യോ, അപ്പൊ ഇന്നത്തെ ഷൂട്ടിംഗ് വെള്ളത്തിലായോ? ബോബിച്ചായ, അത് ഞാൻ എന്റെ ഭാര്യ ഒന്ന് രക്ഷിക്കാൻ നോക്കട്ടെ, പിന്നല്ലേ ഷൂട്ടിംഗ് ഒക്കെ. അയ്യോ, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ നീൽ? ഫുൾ യൂണിറ്റ് വെയിറ്റ് ചെയ്യല്ലയോ? ബോബിച്ചായ പ്ലീസ്, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. അത് താൻ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ പോയി ഡയറക്ടറോട് പറ. എന്റെ കർത്താവേ, ഇന്നത്തെ കാശും വെള്ളത്തിലായോ? നീൽ, ഇടോ താൻ പോവാണോ? അതെ. അതിനയാൾ സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ. കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. ഞാനന്ന് ACP ഓഫീസിൽ പോയിട്ട് ഉടനെ വരാം. എടോ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഇച്ചായനിപ്പോ ഒന്നും പറയണ്ട. എനിക്ക് എന്റെ സ്വാതിയുടെ കാര്യം കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ. ഓ, വീട്ടുകാർ വന്നാലും വിരുന്നുകാർ വന്നാലും കിടക്കപ്പുറതി ഇല്ലാത്തത് ഇറച്ചിക്കോഴിക്കാണല്ലോ എൻ്റെ കർത്താവേ.
അച്ഛൻ. ഹലോ അച്ഛാ, എന്താ അച്ഛാ പറ്റിയത്? എടാ, വേദയുടെ കൂടെ കൂടി ആ തോമസ് നമ്മളെ ചതിച്ചടാ. സ്വാതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അച്ഛാ, ഞാനത് അറിഞ്ഞു. ആ ACP എന്നെ ഇപ്പൊ നേരിട്ട് വിളിച്ചിരുന്നു. ചെക്ക് കേസില് സ്വാതി എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ആ ചെക്ക് കൊടുത്ത ഗിരിയല്ലേ? അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് മോനെ. കഴിഞ്ഞ തവണ കമ്പനിയിൽ ഒരു ലീഗൽ പ്രോബ്ലം വന്നപ്പോൾ സ്വാതിയുടെ പേഴ്സണൽ ചെക്ക അന്ന് തോമസിന് കൊടുത്തു. ഗിരി നിർബന്ധിച്ചിട്ടാ സ്വാതി അന്ന് അങ്ങനെ ചെയ്തു. എന്തൊരു മണ്ടത്തരവാ സ്വാതി ചെയ്തു വെച്ചിരിക്കുന്നേ. എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മോൻ ടെൻഷൻ അടിക്കണ്ട. നീ വേഗം ACPയുടെ ഓഫീസിലേക്ക് വാ. വക്കീലിനെയും കൂട്ടി ഞാനും വേഗം അങ്ങോട്ട് വരാം. അച്ഛാ, വക്കീലിനെയും കൂട്ടി ചെന്നാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ACPയുടെ സംസാരത്തിൽ നിന്ന് അവരെ കരുതിക്കൂട്ടി സ്വാതിയെ കുടിക്കിയതാണെന്ന് എനിക്ക് വ്യക്തമാണ്. സ്വാതിയെ അറസ്റ്റ് ചെയ്ത വിവരം എന്നെ അറിയിക്കണമെന്ന് ആ വേദ ACPയോട് പറഞ്ഞിരുന്നത്രേ. ആ ACP ഉപയോഗിച്ച് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാ വേദ ശ്രമിക്കുന്നത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ പിന്നെ വേദയെ അവളെ ഞാൻ വച്ചേക്കില്ല. ശേ മോനെ, ആദ്യം നമുക്ക് സ്വാതി എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. അത് കഴിഞ്ഞ് ആലോചിക്കാം ബാക്കിയുള്ളതെല്ലാം. നീ ഒന്ന് വേഗം വാ. ശരി ശരി അച്ഛാ. ഈശ്വര, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ടെൻഷനും പാടില്ലാത്തത്. ഇത് വേദ കരുതിക്കുട്ടി ദ്രോഹിക്കാൻ തന്നെയായിരിക്കും. ഞാനില്ലാത്ത ദിവസം തന്നെ സ്വാതി അറസ്റ്റ് ചെയ്തത്. സ്വാതി അമ്മയാവാതിരിക്കാൻ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതായിരിക്കും ഈ അറസ്റ്റ് നാടകം. കാത്ത് കാത്ത് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞ എന്റെ സ്വാതിയുടെ വയറ്റിലുള്ളത്. അതിനൊരാപത്തും വരുത്തല്ലേ ഭഗവാനെ. ഹലോ ഹലോ മിസ്റ്റർ നീൽ മഹേഷ് അല്ലേ? അതെ, നിങ്ങൾ ആരാ? ഇത് കേരള ടിവിയിൽ നിന്നാ. നിങ്ങളുടെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വിളിച്ചതാ. ആണെങ്കിൽ താൻ വന്ന് ജാമ്യത്തിൽ ഇറങ്ങി തരുമോ? വച്ചിട്ട് പോടോ. ബ്ലഡി നോൺസെൻസ്. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ എല്ലാം കൂടി ഇളകി വരുന്നുണ്ട് പാവങ്ങളുടെ രക്തം കുടിക്കാൻ. ഛെ. എന്തറിയാനാ എല്ലാരും വിളിക്കുന്നതെന്ന് എനിക്കറിയാം. നീ പേടിക്കണ്ട. അവളിപ്പോ ഈ വൈശാഖി വർമ്മയുടെ കസ്റ്റഡിയിലാ. അവൾക്ക് എത്രമാത്രം ടെൻഷൻ കൊടുക്കാമോ അതെല്ലാം ഞാൻ ചെയ്യും നിനക്ക് വേണ്ടി. ആ അതിരിക്കട്ടെ, നീ ഇപ്പൊ എവിടെയാ? ഓ അത് ശരി, എന്നാ ഞാൻ വിളിക്കാം. മേഡം, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അവളെ ലോക്കപ്പ് ചെയ്തില്ലേ? പിന്നെന്താ? സ്വാതിയെ ലോക്കപ്പ് ചെയ്തു. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് മേഡം. എന്ത് പ്രശ്നം? ആ കുട്ടി ഗർഭിണിയാ. അതിന് ഞാനിപ്പോ എന്ത് വേണം? നമ്മളോട് ചോദിച്ചിട്ടാണോ അവൾ ആർക്കെങ്കിലൊക്കെ ചെക്കോപ്പിട്ട് കൊടുക്കുന്നത്? അതൊക്കെ ശരിയാണ് മേഡം. കേസിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഗർഭിണിയായ ഒരു സ്ത്രീയെ ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ചെന്ന് പത്രക്കാരും ചാനലുകാരും അറിഞ്ഞാൽ മാഡത്തിനത് കുഴപ്പമാകില്ലേ? എന്തു കുഴപ്പം? ഒന്നും സംഭവിക്കില്ല. അവളുടെ ഗർഭം ഇല്ലാതായാൽ അത്രയും നല്ലത്. വേദയ്ക്ക് വേണ്ടി എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോന്നോർത്ത് എനിക്ക് സന്തോഷമേ ഉണ്ടാവൂ. പത്രക്കാരോട് പോവാൻ പറ. അങ്ങനെ പറയരുത് മേഡം. മാഡം ഒരു സ്ത്രീയല്ലേ. മാഡവും നാളെ ഒരു അമ്മയാകേണ്ടതല്ലേ. മനഃപൂർവ്വം നമ്മൾ ആ കുഞ്ഞിനെ ദ്രോഹിക്കരുത്. മതി. സാറയ്ക്ക് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് പക്ഷേ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയല്ല, മനസ്സിലായോ? മാഡം, ഞാൻ പറഞ്ഞത്. സാറേ ഒന്നും പറയണ്ട. സ്വാതി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ പറയുന്നതുവരെ ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കൊടുത്തു പോരുത്. യു ക്യാൻ ഗോ. മാഡം, അത്രയ്ക്ക് വേണോന്ന്? ഷട്ട് അപ്പ്. പറഞ്ഞത് കേട്ടില്ലേ? യെസ് മാഡം. ദെൻ ഗോ. അവളുടെ ഒരു ഗർഭം. അത് കലങ്ങണമല്ലോ. അതിനു വേണ്ടിയാണല്ലോ വേദ ഈ കളിയെല്ലാം കളിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യമെല്ലാം മനസ്സിലായല്ലോ. എന്റെ ദൈവമേ, എനിക്കിപ്പോഴാ ഒരു ആശ്വാസമായത്. അതുകൊണ്ടല്ലേടാ ഇവളെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. അതൊക്കെ പോട്ടെ രാജുവേട്ടാ. ആ തോമസിന് എത്ര കൊടുത്തു?
അതൊന്നും എനിക്കറിയത്തില്ല. അതെല്ലാം വേദ മാഡം നേരിട്ടാണ് ചെയ്യിച്ചത്. എന്താ വിളിച്ചത്? മാഡം ഒന്നോ? അവളെ നിങ്ങൾ അങ്ങനെയാണോ വിളിക്കുന്നത്? അത് പിന്നെ ഓഫീസല്ലേ, അതുകൊണ്ട് അവര് നമ്മുടെ ബോസ് അല്ലേ, അതുകൊണ്ട് അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് അറിയാവുന്ന വിളിച്ചു പോയതാ കേട്ടോ. അറിയാതെ വിളിച്ചു പോയി. അവളുടെ മുമ്പിലേ നീ അങ്ങനെ അങ്ങ് തരം താഴണ്ട. ഈ സ്വത്തുക്കള് മുഴുവനും അത് നമ്മുടെ കയ്യിൽ വരേണ്ടതാ. അത് ഓർമ്മ വേണം, മനസ്സിലായോടാ?